പനി വരുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേ അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് പഠിക്കാൻ സമയം കിട്ടാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? അപ്പം ഈ ഒരു പ്രശ്നങ്ങൾക്കും ഈ പേടികൾക്കും എല്ലാം ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന കാലം തൊട്ട്, മീൻസ് LKG തൊട്ടിട്ടാണെങ്കിൽ LKG തൊട്ട്, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ കയറുമ്പോൾ തൊട്ട്, പഠിക്കുന്ന കാലം തൊട്ട് പഠിപ്പും തീരുന്നവരെ നിങ്ങൾ പരീക്ഷ എഴുതിയേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ഓരോരുത്തരുടെ ലൈഫിൽ മിനിമം ഒരു 20 വർഷമെങ്കിലും പഠിക്കണം. ആ ഒരു ബേസിക് അത്രയെങ്കിലും പഠിക്കാതെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റത്തില്ല. അപ്പം പഠിക്കുകയാണെങ്കിൽ പരീക്ഷ എഴുതണം. അപ്പം ഇപ്പം 20 വേണ്ട, ഞാനൊരു 15 വർഷം മിനിമം പറയാണ്. ആ 15 വർഷവും പഠിത്തത്തിൻ്റെ കൂടെ പരീക്ഷയും കൂടെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു 15 വർഷവും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പരീക്ഷ എന്ന് പറയുമ്പോഴേ ടെൻഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ആ 15 വർഷവും ടെൻഷൻ മാത്രമേ നിങ്ങൾക്ക് അടിക്കാനുള്ളൂ അല്ലേ? അപ്പം ആ ഒരു 15 വർഷവും നിങ്ങൾ എൻജോയ് ചെയ്ത് നോക്കിയേ. 15 വർഷത്തെ പരീക്ഷകളും എൻജോയ് ചെയ്ത് പഠിച്ചു നോക്കിയേ. എൻജോയ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തും ഒരു ടെൻഷൻ ഉണ്ട്. ഈ ടെൻഷൻ അടിക്കുന്നതും നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. അതെങ്ങനെയാണെന്ന് അറിയാവോ? മീൻസ് പരീക്ഷ, ഇപ്പം സ്കൂളിൽ പരീക്ഷ പറഞ്ഞു, അപ്പം പഠിക്കാൻ പറ്റത്തില്ല, സമയമില്ല എന്നോർത്ത് ടെൻഷൻ അടിക്കാണ്ട് എനിക്ക് പറ്റുന്നത് ഞാൻ പഠിക്കും. അത് കഴിഞ്ഞിട്ടുള്ളത് പഠിക്കാത്തതിനെ ഓർത്ത് നിങ്ങളൊന്ന് ടെൻഷൻ അടിച്ചോ. അപ്പം നിങ്ങൾ പറ്റുന്നതിൻ്റെ മാക്സിമം പഠിക്കണം. എന്നിട്ട് ബാക്കിയുള്ളതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പരീക്ഷ ഒരാഴ്ച നീളുന്ന ഒരു പരീക്ഷ. നിങ്ങൾ ആ ഒരാഴ്ച നന്നായിട്ട് പഠിക്കും. മീൻസ് ഒട്ടും പഠിക്കാത്ത കുട്ടി പോലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കും അല്ലേ? അപ്പം ആ ഒരാഴ്ച നിങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്. ആ ഒരു ടെൻഷൻ കഴിഞ്ഞ് ആ ടെൻഷൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷ തീരുന്ന ദിവസത്തിനെ കുറിച്ച്. ഇത്രയും ഒരാഴ്ച നീളുന്ന ആ ഒരു എക്സാം കഴിഞ്ഞ് ആ എക്സാം ഏറ്റവും ലാസ്റ്റത്തെ എക്സാം തീരുന്ന സമയത്തുള്ള നിങ്ങളുടെ ആ ഒരു റിലീഫ്, അത്രയും നാളും ആ ഒരു ടെൻഷൻ അടിച്ചതിൻ്റെ ആ ഒരു റിലീഫ്, ആ എൻജോയ്മെൻറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് നിങ്ങളുടെ മനസ്സിലുള്ളപ്പം ഈ ഒരു ടെൻഷൻ ഓക്കെ, അത് സ്വാഭാവികമാണ്. എല്ലാ കുട്ടികൾക്കും പരീക്ഷ എന്ന് പറയുമ്പം ചെറിയൊരു ടെൻഷൻ വരും. പക്ഷേ ആ ഒരു ടെൻഷൻ നിങ്ങൾ എൻജോയ് ചെയ്ത് വേണം ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട്. മീൻസ് ഇപ്പം പേടിയാണ്, എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്ന് കരഞ്ഞുകൊണ്ടിരിക്കാണ്ട് ടെൻഷനാന്ന് പറയുകയും വേണം, അതിൻ്റെ കൂടെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കുകയും വേണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ടെൻഷൻ അടിക്കുകയും വേണം, ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കുകയും വേണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയെ കുറിച്ച് ഇനി ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. അപ്പം പരീക്ഷയുടെ സമയത്ത് ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പരീക്ഷ സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാണ്ട് എനിക്ക് പറ്റുന്നത് ഞാൻ പഠിക്കും, ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച് പഠിക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, വേറൊരാൾ പഠിക്കുന്നതിൻ്റെ കണക്കൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അപ്പോൾ പരീക്ഷയുടെ സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ, പരീക്ഷ തീരുന്ന ദിവസം എനിക്ക് എന്തൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ആ ഒരു ഹാപ്പിനെസ് വേണമെങ്കിൽ എനിക്ക് ഈ ഒരാഴ്ച ഇച്ചിരി ഒന്ന് ടെൻഷൻ അടിച്ച് തന്നെ പഠിക്കണം. ചിലർക്ക് ടെൻഷൻ അടിച്ച് പഠിച്ചാൽ മാത്രമേ തലേ കയറത്തുള്ളൂ. ഇങ്ങനെ എൻജോയ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മാർക്കൊന്നും കിട്ടത്തില്ല ടീച്ചറെ എന്ന് പറയുന്ന കുറച്ച് കുട്ടികളുണ്ട് എങ്കിലും ഉണ്ടാവും അല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു എൻജോയ്മെൻറ്റിൽ തന്നെ ഒരു ടെൻഷനുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും നല്ല മാർക്ക് കിട്ടും. മീൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം +2ലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, +1ലാണ് പഠിക്കുന്നത്, എല്ലാ വർഷവും നിങ്ങൾക്കൊരു പബ്ലിക് എക്സാം ഉണ്ട്. ആ പബ്ലിക് എക്സാമിൻ്റെ മാർക്കിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയോ കുറവ് മാർക്ക് കിട്ടിയോ എന്ന് എല്ലാവരും, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും അന്വേഷിക്കുന്നത് ആ ഒരു പബ്ലിക് എക്സാമിൻ്റെ മാർക്കിലാണ്. അപ്പോൾ പക്ഷെ നിങ്ങൾക്കറിയാം, ഓരോ വർഷവും നിങ്ങൾ പബ്ലിക് എക്സാം എത്തുന്നതിന് മുന്നേ കുറേ എക്സാംസ് എഴുതുന്നുണ്ട്. യൂണിറ്റ് ടെസ്റ്റ്, ഓരോ പാഠങ്ങൾ കഴിയുമ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സ് യൂണിറ്റ് ടെസ്റ്റ് ഇടും, അത് കഴിഞ്ഞ് മോഡൽ എക്സാം ഇടും, അങ്ങനെ ഇഷ്ടംപോലെ എക്സാം ഇടും. ഓരോ എക്സാം പറയുമ്പോഴും നിങ്ങൾക്ക് ദേഷ്യമാണ്, ടീച്ചർക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ മതി, ഞങ്ങളാണ് പഠിച്ച് പരീക്ഷ എഴുതേണ്ടത്, ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കുട്ടികൾക്ക് അമർഷവും ദേഷ്യവും ഒക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ ചെറിയ ചെറിയ എക്സാംസ് ഓരോ പാഠത്തിനെയും യൂണിറ്റ് ടെസ്റ്റ് എഴുതി നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. മീൻസ് ഓരോ പാഠം കഴിയുമ്പോഴും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക, എന്നിട്ട്
ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഓരോ പരീക്ഷയ്ക്കും പഠിക്കുന്നത് ടെൻഷൻ അടിച്ചും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻജോയ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു മെയിൻ ഫാക്ടർ പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം എൻജോയബിൾ ആക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. മീൻസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ദേഷ്യമാണ്, അതുകൊണ്ട് എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും വിചാരിക്കണം. നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങി നോക്കിക്കേ. മീൻസ് ആ സബ്ജക്റ്റിനെ ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങി നോക്കിക്കേ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ പഠനം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഓരോ ചെറിയ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ പഠിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ആ ഒരു പരീക്ഷകൾക്ക് പഠിക്കാൻ മീൻസ് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാത്ത ആൻസേഴ്സ് ഉണ്ടാവും. ആ ആൻസേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. അങ്ങനെ ഓരോ എക്സാംസും അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ പബ്ലിക് എക്സാം നന്നായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നല്ല കോൺഫിഡൻസിൽ എഴുതാൻ പറ്റും. അപ്പം നിങ്ങളുടെ സ്കൂളിൽ എക്സാം ഇടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയല്ല വേണ്ട, അവിടെയാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത്. നിങ്ങളുടെ ടീച്ചേഴ്സ് എക്സാം ഇടുന്നില്ലെങ്കിൽ പബ്ലിക് എക്സാമിന് മുന്നേ യൂണിറ്റ് ടെസ്റ്റ്, ഇന്റേണൽ എക്സാം അങ്ങനെ പറഞ്ഞ് എക്സാം ഇടുന്നില്ലെങ്കിലാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത്. കാരണം നിങ്ങൾ എന്താ ചെയ്യുന്നത്, നേരെ പോയി പബ്ലിക് എക്സാം എഴുതുക, വേറൊരു എക്സാമും എഴുതാണ്ട് നേരെ പോയി പബ്ലിക് എക്സാം എഴുതുക. അപ്പം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയൊക്കെ എഴുതിയാൽ മാർക്ക് കിട്ടുമെന്നുള്ള ഐഡിയ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുക. സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ടീച്ചർമാർ ഞെട്ടിപ്പോണം, എക്സാം ചോദിക്കുന്നു. സാധാരണ എക്സാം വേണ്ടാന്ന കുട്ടികൾ പറയാം, എക്സാം ചോദിക്കുന്നു എന്ന് വിചാരിച്ചു പോകണം. അപ്പം അങ്ങോട്ട് എക്സാം ചോദിച്ച് പരീക്ഷ എഴുതണം. നിങ്ങൾ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നിങ്ങളൊരു എക്സാം പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആ ഒരു പാഠത്തിൽ പഠിക്കും. അത് കഴിഞ്ഞ് അടുത്ത എക്സാം പറയുമ്പം നേരത്തെ എക്സാം ഞാൻ കുറച്ചൊന്നും ഉഴപ്പി, ഇപ്രാവശ്യത്തെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരണം. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് അടുത്ത എക്സാമിന്, ആ എക്സാമിന് കുറച്ചും കൂടി ഉഴപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള എക്സാമിന്, അങ്ങനെ ഒരു എന്താ പറയുക, മിനിമം നിങ്ങളുടെ പബ്ലിക് എക്സാമിന് മുന്നേ നിങ്ങളൊരു 10 എക്സാമെങ്കിലും എഴുതിയിരിക്കണം. ആ 10 എക്സാമിനും A+ മേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ആ 10 എക്സാം എഴുതി 1, 2, 10ാമത്തെ എക്സാം എഴുതുമ്പോഴത്തേനും നിങ്ങൾ ആ ഒരു എക്സാമിൻ്റെ ലെവലിലേക്ക് എത്തും. അത് കഴിഞ്ഞ് പബ്ലിക് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പരീക്ഷേൻ്റെ സമയത്തുള്ള ആ ഒരു ടെൻഷൻ മാറ്റാൻ വേറൊരു വഴി പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവും നന്നായിട്ട് ടെൻഷൻ അടിക്കുന്നത്, അവർക്ക് എന്താ പറയുക, എത്ര പറഞ്ഞു കഴിഞ്ഞാലും ടെൻഷൻ മാറിയല്ല, പേടിയായി ഞാൻ തോറ്റു പോകും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, എടി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് പഠിക്കാൻ പറ്റുന്ന പഠിക്കുക, നീ ഒന്ന് ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞ് അവർക്കൊരു ടെൻഷൻ റിലീഫ് കൊടുത്തു നോക്കിയേ. അതുപോലെ അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്ത്, എടി ഇതൊക്കെ ഇത്രയൊക്കെ പഠിച്ചാൽ മതി, ഇതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഈ ഓർഡറിൽ എങ്ങനെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ടെൻഷൻ മാറ്റാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും എക്സാമിന് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ കാര്യങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുള്ളൂ. നിങ്ങളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൂട്ടുകാർ നന്നായിട്ട് ടെൻഷൻ അടിക്കുന്ന നല്ല പേടിയുള്ള കുട്ടികളുണ്ട്, പരീക്ഷയെ നന്നായിട്ട് പേടിക്കുന്ന കുട്ടികളുണ്ട്. ആ പേടിക്കുന്ന കുട്ടികളുടെ ടെൻഷൻ മാറ്റി കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് 100% ഗ്യാരണ്ടി ഞാൻ പറയാം, അടുത്ത എക്സാം തൊട്ടിട്ട് നിങ്ങൾക്ക് എക്സാംസ് എൻജോയ് ചെയ്ത് എഴുതാൻ പറ്റും. മീൻസ് എക്സാമിൻ്റെ തൊട്ട് മുന്നേ സംസാരിക്കാൻ പാടില്ല, എക്സാമിന് തൊട്ട് മുന്നേ മിണ്ടാണ്ടിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയാസ് കാര്യങ്ങളെല്ലാം വിട്. നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് മീൻസ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്, ടെൻഷൻ മാറ്റാനാണെങ്കിൽ ടെൻഷൻ, ഇനി എക്സാമിനുള്ള പോർഷൻസ് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ എക്സാമിന് മുന്നേ എക്സാമിൻ്റെ ടൈമിലല്ല, എക്സാമിന് മുന്നേ ഡൗട്ട്സ് മാറ്റി കൊടുക്കാനുള്ളത് ഡൗട്ട്സ് മാറ്റി കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, നിങ്ങൾ സ്വന്തമായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും എക്സാമിന് പഠിച്ചു നോക്കിയേ, നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും എക്സാം. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പരീക്ഷയുടെ സമയത്തുള്ള പേടി, പരീക്ഷയുടെ സമയത്തുള്ള പനി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇനി തൊട്ട് അടുത്ത എക്സാമിന് നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എൻജോയ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ പഠനം മാത്രമല്ല, നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിനിമ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് പഠനമായിരിക്കണം
ഫസ്റ്റ് പ്രയോറിറ്റി. ആ പഠനം നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കണം. ഞാൻ പറഞ്ഞു 15 വർഷത്തെ കണക്കല്ലേ, ആ 15 വർഷം നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ 15 വർഷം വെറുതെ നമ്മൾ സങ്കടപ്പെട്ട് പേടിച്ച് ടെൻഷൻ അടിച്ച് കളയേണ്ട കാര്യമുണ്ടോ? ആ 15 വർഷം നമ്മൾ എന്ത് ചെയ്യുക, നല്ല എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരീക്ഷ എഴുതണം. അത് ഒരിക്കലും നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല അല്ലേ. അതുകൊണ്ട് ആ പരീക്ഷ എഴുതുന്നത് നല്ല ഹാപ്പി ആയിട്ട്, നല്ല എന്താ പറയുക, കോൺഫിഡൻസിൽ എക്സാം എഴുതുക കേട്ടോ.